VK എക്സാം ഗൈഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് പ്രകാരമുള്ള ഒരു ക്ലാസ് ആണ്. നമുക്കറിയാം ജനറൽ സയൻസിനെ ഈ സിലബസ് പ്രകാരം ജനറൽ സയൻസിനെ രണ്ട് കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും. അതിൽ ഫിസിക്കൽ സയൻസിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററായ ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മളൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ചാപ്റ്റർ 6 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ്രവ്യവും പിണ്ഡവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമാണ് നമ്മുടെ ടോപ്പിക്ക്. കൂടാതെ കെമിസ്ട്രിയിലെ കുറച്ച് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഡിസ്കസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്ക് ആറ്റവും ആറ്റത്തിന്റെ ഘടനയുമാണ്. എങ്കിലും കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയതിനാൽ നമുക്ക് കെമിസ്ട്രിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. രസതന്ത്രത്തിന്റെ ആദ്യകാല നാമം ആൽക്കമി എന്നായിരുന്നു. ആൽക്കമി എന്ന പേര് നൽകിയത് അറബികളാണ്. അടുത്ത പോയിന്റ്, രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ. എന്നാൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ ആണ്. എന്നാൽ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അപ്പോൾ രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ഇനി നമുക്ക് ലാവോസിയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, രസതന്ത്രത്തിന്റെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. അടുത്തത്, മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി അദ്ദേഹം വർഗീകരിച്ചു. അടുത്തത്, മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചു. അടുത്തത്, ഹൈഡ്രജനും ഓക്സിജനും പേരുകൾ നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും പേരുകൾ നൽകിയത് ലാവോസിയർ ആണ്. ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണെന്ന് കണ്ടെത്തി അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ആറ്റത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആവശ്യമായ വാക്ക് ആറ്റമോസ് ആണ്. ആധാരമായ വാക്കാണ് ആറ്റമോസ്. അതിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അപ്പോൾ വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് വന്നത്. ഇനി ആറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രിറ്റസ് ആണ്. ഡെമോക്രിറ്റസ് ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹമാണ് ആറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ആറ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ആറ്റോമിക ചിന്തയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി. കണാദമുനിയാണ്. ആറ്റത്തിനെ അണു എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ചു. ഇത്രയും 3 പോയിന്റുകളാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. അടുത്ത പോയിന്റ്, ആറ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡാൾട്ടൺ. ഇനി നമുക്ക് ജോൺ ഡാൾട്ടനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം. ആധുനിക ആറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൻ.
ബഹു അനുപാത നിയമം, ഭാഗിക മർദ്ദ നിയമം എന്നീ നിയമങ്ങൾ പ്രസ്താവിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. ബഹു അനുപാത നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അതുപോലെ ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നീ നിയമങ്ങൾ പ്രസ്താവിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത എന്ന രോഗത്തിന് അടിമയായിരുന്ന രസതന്ത്രജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാലും ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത എന്ന രോഗം ഉണ്ടായിരുന്നു ജോൺ ഡാൾട്ടന്. വർണ്ണാന്തത എന്ന രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ വർണ്ണാന്തത എന്ന രോഗത്തിന് അടിമയായിരുന്ന രസതന്ത്രജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി നമുക്കറിയാം ആറ്റത്തിന് ചാർജ് ഇല്ല. എന്നാൽ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മാവസ്ഥയിലാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല, ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പ്ലാസ്മാവസ്ഥ എന്നാണ്. ഇനി നമുക്ക് ആറ്റം മോഡലുകളെ കുറിച്ച് പഠിക്കാം. ആറ്റം മോഡൽ എന്ന് പറയുമ്പോൾ 3 മോഡലുകളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഒന്ന് തോംസൺസ് മോഡൽ, രണ്ടാമത്തത് റൂദർഫോർഡ് മോഡൽ, മൂന്നാമത്തത് ബോർ മോഡൽ. നമുക്ക് ആദ്യം തോംസൺസ് മോഡൽ നോക്കാം. അപ്പോൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. അദ്ദേഹത്തിന്റെ മോഡൽ അറിയപ്പെടുന്ന 3 പേരുകളാണ്. ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ, അടുത്തത് റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർ മെലൻ മോഡൽ. തോംസൺസ് മോഡൽ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർ മെലൻ മോഡൽ. ഇതിന്റെ മെയിൻ ഐഡിയ ഇതായിരുന്നു: പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അടുത്തത് റൂദർഫോർഡ് മോഡലാണ്. റൂദർഫോർഡ് മോഡൽ അറിയപ്പെടുന്നത് സൗരയുദ്ധ മാതൃക എന്നും അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക എന്നും ഒക്കെ അറിയപ്പെടുന്ന മോഡലാണ് റൂദർഫോർഡ് മോഡൽ. സൗരയുദ്ധ മാതൃക, ന്യൂക്ലിയർ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്ന മോഡലാണ് റൂദർഫോർഡ് മോഡൽ. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ഈ മോഡൽ പ്രസ്താവിച്ചത്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് പരീക്ഷണം, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റൂദർഫോർഡ് മോഡൽ പ്രസ്താവിച്ചത്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് പരീക്ഷണം. ഈ റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയത് നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആധുനിക ആറ്റം മാതൃകയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്വാണ്ടം തിയറിയാണ്. ആധുനിക ആറ്റം മാതൃകയുടെ അടിസ്ഥാനം ക്വാണ്ടം തിയറി. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. അടുത്തൊരു പോയിന്റ്, വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അടുത്ത പോയിന്റ്, ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണ് ചാർജ് ഇല്ല. അടുത്തൊരു പോയിന്റ് കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റെയിൻ ആണ്. 1886 ഇത് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇവയെ ഒരുമിച്ച് നമുക്ക് ന്യൂക്ലിയോണുകൾ എന്ന് പറയാം. ന്യൂക്ലിയോണുകൾ എന്ന് പറയാം. ന്യൂക്ലിയസിൽ
കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇവയെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയോണുകൾ എന്ന് പറയാം. ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാണ്. ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10⁵ മടങ്ങ് കൂടുതലാണ്. ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് എന്ന് ചോദിച്ചാൽ 10⁵ മടങ്ങ് വലുതാണ്. 10⁵5 മടങ്ങ് വലുതാണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അടുത്തൊരു പോയിന്റാണ്, ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇനി നമുക്ക് ഒരു ആറ്റത്തിലെ മൗലിക കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് നോക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് ഒന്ന് ഓർത്തു വെക്കണം. ഇലക്ട്രോണിന്റെ മാസ് 9.109 × 10⁻³ കിലോഗ്രാം ആണ്. ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് ചോദിച്ചാൽ നെഗറ്റീവ് ആണ്. അപ്പൊ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ. ആ ചാർജിന്റെ അളവ് ചോദിച്ചാൽ ഇലക്ട്രോണിക് ചാർജ് അല്ലെങ്കിൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ചോദിച്ചു കഴിഞ്ഞാൽ 1.602 × 10⁻19 കൂളോമാണ് ഇലക്ട്രോണിന്റെ ചാർജ്. അതും ഒന്ന് ഓർത്തു വെക്കണം. ചാർജ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മില്ലിക്കൺ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് മില്ലിക്കൺ. അതിനുവേണ്ടി ഉപയോഗിച്ച പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഉപയോഗിച്ചാണ് മില്ലിക്കൺ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്. അതുപോലെ ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. E/m റേഷ്യോ എന്ന് പറയും. ഇത് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച പരീക്ഷണമാണ് കാഥോഡ് റേ പരീക്ഷണം. ഇനി നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ കൂടി നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. അതുപോലെ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ഇലക്ട്രോണുകളാണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. അതുപോലെ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോണുകളാണ്. ഇനി നമുക്ക് ആറ്റത്തിലെ രണ്ടാമത്തെ മൗലിക കണമായ പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കാം. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോണിന്റെ മാസ് ഒന്ന് ഓർത്തു വെക്കണം. 1.6726 × 10⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇനിയുള്ള 2 പോയിന്റുകളൊന്ന് ഓർത്തു വെക്കാം നമുക്ക്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, അതുപോലെ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോണുകളെയാണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, അതുപോലെ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതുകൊണ്ടാണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ പ്രോട്ടോണുകൾ അറിയപ്പെടുന്നത്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഇനി നമുക്ക് ന്യൂട്രോൺസിനെ കുറിച്ച് നോക്കാം. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. നമുക്കറിയാം ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണിന്റെ മാസ്
1.6749 into 10⁻⁻27 കിലോഗ്രാം ആണ് ന്യൂട്രോണിന്റെ മാസ്. 1.6749 into 10⁻⁻27 കിലോഗ്രാം. ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ന്യൂട്രോണിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടത്. കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ചാർജ് ഇല്ലാത്ത കണമാണ്. മാസ് 1.6749 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഭാരം കൂടിയ മൗലിക കണമാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇനി കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനുകളാണ്. മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിന്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകള്, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, പോസിട്രോൺ തുടങ്ങിയവ. അതായത് മൗലിക കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ കൂടാതെ ആറ്റത്തിന്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, പോസിട്രോൺ തുടങ്ങിയവ. ഇതിൽ പോസിട്രോൺ നമ്മൾ ഓർത്തു വെക്കാം. ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രോണിന്റെ വിപരീത ചാർജുമുള്ള കണങ്ങളാണ് പോസിട്രോൺ. ഇലക്ട്രോണിന്റെ അതേ മാസ് എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജുള്ള കണങ്ങളാണ് പോസിട്രോൺ. കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടെത്തിയത്. കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടെത്തിയത്. ഇനി നമുക്ക് ഷെല്ലുകളും സബ് ഷെല്ലുകളെയും കുറിച്ച് നോക്കാം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അഥവാ ഷെൽ എന്നാണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് KLMN എന്നാണ്. അതായത് K ഷെൽ, L ഷെൽ, M ഷെൽ, N ഷെൽ. KLMN. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രവാക്യമാണ് 2n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². ഇവിടെ n എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ്. അതായത് ഇപ്പോൾ K ഷെൽ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു 1² അതായത് 2 ആണ്. അപ്പോൾ K ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 2 ആണ്. L ആവുന്ന സമയത്ത് L എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു 2² എന്ന് വരും. അതായത് 2 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ L ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഇങ്ങനെ നമുക്ക് എമ്മും എന്നും എല്ലാം കണ്ടുപിടിക്കാം. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് സബ് ഷെൽ അഥവാ ഓർബിറ്റലുകൾ. അടുത്തൊരു പോയിന്റ് ആണ്, ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് ഓർബിറ്റൽ അഥവാ സബ് ഷെൽ. ഇനി ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ സബ് ഷെൽ അഥവാ ഓർബിറ്റലാണ്. SPDF എന്നിവയാണ് സബ് ഷെല്ലുകൾ. SPDF. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എസും അതിന്റെ ഫുൾ ഫോമുകൾ കൂടി കൊടുത്തിരിക്കുന്നു. ഓരോ ഷെല്ലുകളിലും സബ് ഷെല്ലുകളിലും എത്ര ഇലക്ട്രോണുകൾ വീതം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. L ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8, M ഷെല്ലിൽ 18, N ഷെല്ലിൽ 32. അതുപോലെ തന്നെ സബ് ഷെല്ലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ K ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ് ഷെല്ലാണ് S. L ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ് ഷെല്ലുകൾ എസും പിയും. M ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ് ഷെല്ലുകളാണ് SPD. N ഷെല്ലിൽ ഉൾപ്പെടുന്ന സബ് ഷെല്ലുകളാണ് SPDF. ഇനി S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. P സബ് ഷെല്ലിൽ 6, D സബ് ഷെല്ലിൽ 10, F സബ് ഷെല്ലിൽ 14.
ഇനി നമുക്ക് ആറ്റോമിക നമ്പറും ആറ്റോമിക മാസും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. നമുക്ക് ആറ്റോമിക നമ്പറിനെ Z എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റോമിക മാസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിന്റെ ആറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ. ആറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ നമുക്ക് A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി ഒരു മൂലകത്തെ നമ്മൾ X എന്ന് പറയുന്ന ഒരു മൂലകമാണെന്ന് വിചാരിക്കുക. ആ X എന്ന് പറയുന്ന മൂലകത്തെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ഇവിടെ X എന്ന് പറയുന്ന മൂലകമാണ്, Z എന്ന് പറയുന്നത് ആറ്റോമിക നമ്പർ ആണ്, A എന്ന് പറയുന്നത് ആറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. A-Z. A എന്ന് പറയുന്നത് ആറ്റോമിക മാസ് നമ്പർ ആണ്, Z എന്ന് പറയുന്നത് ആറ്റോമിക നമ്പർ ആണ്. അപ്പോൾ ഒരു ആറ്റോമിക മാസിൽ നിന്നും ആറ്റോമിക നമ്പർ കുറച്ചാൽ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടും. ഇനി നമുക്ക് ഐസോടോപ്പുകൾ, ഐസോബാറുകൾ, ഐസോട്ടോണുകൾ ഇവയൊന്ന് പഠിച്ചു വെക്കാം. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരു ഉദാഹരണം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1H1, 1H2, 1H3. ഇവിടെ ആറ്റോമിക നമ്പർ തുല്യമാണ്, എന്നാൽ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇനി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് കാൽസ്യവും ആർഗണുമാണ്. കാൽസ്യം 20-40 ആണ്. അപ്പോൾ ആറ്റോമിക നമ്പർ രണ്ടിൻ്റെയും മാസ് നമ്പറുകൾ തുല്യമാണ്, ആറ്റോമിക നമ്പറുകൾ വ്യത്യസ്തമാണ്. ഇനി ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. നൈട്രജനും കാർബണുമാണ് കൊടുത്തത്. 7 നൈട്രജൻ 15ഉം 6 കാർബൺ 14ഉം. ഇതിൽ നമ്മൾ ന്യൂട്രോണുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നൈട്രജന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ 15ൽ നിന്ന് 7 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 8 കിട്ടും. കാർബണിന്റെ കേസിൽ നിന്ന് 14 നിന്ന് 6 കുറച്ചാൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണ്. ഇത്തരം ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോടോണുകൾ. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഐസോടോപ്പുകളാണ്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ആറ്റോമിക നമ്പർ ഐസോടോപ്പുകളാണ്. അപ്പോൾ ആറ്റോമിക നമ്പർ തുല്യമായിരിക്കും, മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ആറ്റോമിക നമ്പർ തുല്യമാണ്, മാസ് നമ്പർ വ്യത്യസ്തമാണ്. അടുത്ത ചോദ്യം: ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? N ഷെല്ലാണ്, അപ്പോൾ നമുക്കറിയാം 4ാമത്തെ ഷെല്ലാണ്. N ഷെല്ലുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം 2n² എന്നാണ്. അപ്പോൾ അതിൽ N എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലായതുകൊണ്ട് നമുക്ക് 4 കൊടുക്കാം. അപ്പോൾ 2 × 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 2 × 16 എന്ന് പറയുമ്പോൾ ഉത്തരം നമുക്ക് 32 കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം, 32. അടുത്ത ചോദ്യം: ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ ഡി മില്ലിക്കൺ ആണ് ഇലക്ട്രോണിക് ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, മില്ലിക്കൺ. അടുത്തത് പ്രോട്ടോണിന്റെ മാസ് എത്ര? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ആണ് ആൻസർ. 1.67 × 10⁻⁻27
കിലോഗ്രാം. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം നമുക്കറിയാം ന്യൂട്രോൺ ആണ് ചാർജ് ഇല്ലാത്ത കണം. അടുത്ത ചോദ്യം, R1735 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? നമുക്കറിയാം ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആറ്റോമിക മാസിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ മതി. അതായത് 35-ൽ നിന്ന് 17 കുറച്ചാൽ മതി. 35-ൽ നിന്ന് 17 കുറയ്ക്കുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ 18 ആണ് ആൻസർ. ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.